നമസ്തേ. കടം വാങ്ങിക്കൂട്ടാൻ വാശി പിടിക്കുന്ന സംസ്ഥാനമായി മാറി കേരളം. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്പർ 1 ആണ് കേരളം. കിഫ്ബി അടക്കമുള്ള സംവിധാനങ്ങൾക്ക് വരുമാനമില്ല. പിന്നെ എങ്ങനെ കടം തിരിച്ചടക്കും? ചോദ്യം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റേതാണ്. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ കേന്ദ്രമന്ത്രി ഞങ്ങൾക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ധനകാര്യ മാനേജ്മെൻറ്റിൽ സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നും കുറ്റപ്പെടുത്തി. ED നടപടികളിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധിക്കും EDയുടെ ഇടപെടലിനും കേന്ദ്രത്തെ പഴിക്കുന്ന സംസ്ഥാന സർക്കാർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയല്ലേ? ജനം ഡിബേറ്റ് പരിശോധിക്കുന്ന BJP വക്താവ് ശ്രീ PR ശിവശങ്കരൻ, ഇടതുമുന്നണിയുടെ പ്രതിനിധിയും NCP നേതാവുമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിൽ നിന്ന് തുടങ്ങിയാണ്. ധനകാര്യ മിസ്മാനേജ്മെൻറ്റ്, അതിനെക്കുറിച്ചാണ് ഇന്ന് നിർമ്മല സീതാരാമൻ പ്രധാനമായി വ്യക്തമാക്കിയത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനോ നിത്യനിദാന ചെലവുകൾക്കോ പണം മാറ്റിവെക്കുന്നില്ല. നികുതി പിരിവ് ഉൾപ്പെടെ വരുമാന സ്രോതസ്സുകൾ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നില്ല. ബജറ്റിന് പുറത്തുള്ള കിഫ്ബിയെ നിലനിർത്തുന്നത് പോലും തെറ്റ്. കേന്ദ്രം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, പക്ഷേ സർക്കാർ അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നില്ല. കടം വാങ്ങിക്കൂട്ടുക എന്ന വാശിയിലാണ് കേരളം. ശരിയല്ലേ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? നമ്മുടെ കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇതിൽ കുറഞ്ഞൊന്നും പറയാൻ അവർക്ക് കഴിയില്ല. അവർ കേരള സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറ്റപ്പെടുത്തുക എന്നത് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളതായി എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അതിനകത്ത് തോന്നാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എല്ലാം നമുക്കിവിടെ വിശദീകരിക്കാനുള്ള സമയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും പ്രധാനമായും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായ സ്രോതസ്സുകൾ ഏതൊക്കെയെന്ന് ഭരണഘടനയും ഭരണ സംവിധാനവും നേരത്തെ തന്നെ വിഭജിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ആ ചാനലിലൂടെ മാത്രം പോയാൽ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഒരിക്കലും മതിയാവുകയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഭരണഘടനയും അതനുസരിച്ച് രൂപീകരിക്കപ്പെടുന്ന ഫൈനാൻസ് കമ്മീഷനും പ്രത്യേകം സെക്ടറുകളായി കേരളത്തിൻ്റെയോ രാജ്യത്തിൻ്റെ വിവിധ ഘടകങ്ങളെ, ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക സാഹചര്യങ്ങളുടെ വികസനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായി എടുത്ത് അവശത അനുഭവിക്കുന്ന ആളുകൾക്കുള്ള സഹായം, ധനസഹായം, പെൻഷനുകൾ തുടങ്ങിയവ പ്രത്യേകമായി എടുത്ത് ആ വിഭാഗത്തിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തി കൊണ്ടുപോകാനുള്ള, അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കി സംസ്ഥാനത്തിന് വിഹിതം കൊടുക്കാനുള്ള ബാധ്യത ഭരണഘടന കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേന്ദ്ര ധനമന്ത്രി ഇപ്പോൾ സൂചിപ്പിക്കുന്നതും ഏതോ ഒരു ധനാഢ്യനായിട്ടുള്ള ഒരാൾ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രജകൾക്ക് ഔദാര്യം കൊടുക്കുന്നത് പോലെ ഉള്ള ഒരു വിവക്ഷയിലാണ് അവർ സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. യൂണിയൻ ഗവൺമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനങ്ങളാലാണ്. സംസ്ഥാന സർക്കാരിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനങ്ങളാലാണ്. ജനങ്ങളുടെ കൈവശാവകാശവും ജനങ്ങളുടെ അധികാരവും ഉപയോഗിച്ച് അധികാരത്തിലിരിക്കുന്ന ഭരണകൂടങ്ങളോട് പെരുമാറേണ്ടുന്ന രീതികൾ, ഫെഡറൽ വ്യവസ്ഥയിൽ പെരുമാറേണ്ടുന്ന രീതികളിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടാകുന്നുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് അതിനാവശ്യപ്പെടുന്നത്. കടം വാങ്ങരുത്. സാധാരണഗതിയിൽ ഒരു ധനാഢ്യൻ കടം വാങ്ങാൻ ആഗ്രഹിക്കുകയില്ല. സ്വന്തം കയ്യിലുള്ള മുതൽ കൊണ്ട് നാം ആഗ്രഹിക്കുന്ന വികസനം, നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ,
നാം ആഗ്രഹിക്കുന്ന പ്രതലത്തിലേക്ക് അത് വ്യാപരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരു സംസ്ഥാനവും കടം വാങ്ങുവാൻ പോവുകയില്ല. പക്ഷേ ദ്രുതഗതിയിലുള്ള വളർച്ച ആഗ്രഹിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ കടം വാങ്ങി അല്ലെങ്കിൽ കടമെടുത്ത് ആ കടമെടുപ്പിലൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തി അതിൽ നിന്നുണ്ടാകുന്ന വരുമാന സ്രോതസ്സുകളെല്ലാം കൊണ്ട് ഈ കടം വീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെയൊക്കെയാണല്ലോ ഒരു ഫെഡറൽ വ്യവസ്ഥ ഒരു വികസിത രാജ്യമല്ലാത്ത വികസ്വര രാജ്യമായ ഇന്ത്യയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ കഴിയുക. ശ്രീ നമ്പ്യാർക്ക് ഒരു കാര്യം നമ്മൾ ഓർക്കണം. 34-35 കോടി ജനങ്ങളെയും കൊണ്ട് രൂപപ്പെട്ട ഒരു രാജ്യം ഇപ്പോൾ 145-ലധികം കോടി ജനങ്ങളെയും കൊണ്ട് വികസിത മേഖലകളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന നമ്മുടെ രാജ്യത്തിലുണ്ടാകുന്ന റിസോഴ്സസ് അത് വെച്ചുകൊണ്ട് മാത്രം ഈ രാജ്യത്തിന് എല്ലാം നേടിയെടുക്കാൻ കഴിയും എന്ന് നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയില്ല. നമുക്ക് കടമെടുത്ത് ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞത് നികുതി പിരിവ് ഉൾപ്പെടെയുള്ള വരുമാന സ്രോതസ്സുകൾ അത് കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടിയുണ്ട്. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ധനകാര്യ റിസോഴ്സസ് ആയിട്ടുള്ളത് പ്രധാനമായും നികുതി പിരിവ് തന്നെയാണ്. ആ നികുതി പിരിവ് എവിടെയാണ്, ഏത് ഭാഗത്താണ്, എങ്ങനെയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു പിഴവും കാണിക്കുന്നില്ല. സ്ലോ എന്നുള്ളതാണെങ്കിൽ അതിന് പല കാരണങ്ങളാലുണ്ട്. ഒന്ന്, ഇപ്പോൾ നമുക്ക് പിരിച്ചെടുക്കാനുള്ള നികുതികൾ പിരിച്ചു കിട്ടേണ്ടതായി നികുതിയായി റെക്കോർഡിക്കലായിട്ട് വന്നിട്ടുള്ള റെക്കോർഡിക്കലായിട്ടുള്ള സംഖ്യ അത് കേരള സംസ്ഥാനം രൂപീകരിച്ച 1956 മുതൽക്ക് ക്യുമുലേറ്റ് ചെയ്ത് വന്ന കുറേ സംഖ്യകളുണ്ട്. 2, ഈ പറഞ്ഞ നികുതി തരാൻ ബാധ്യതപ്പെട്ട ആളുകൾ, ആ ബാധ്യതപ്പെട്ട ആളുകളിൽ പാപ്പരായി ഒരു കാരണവശാലും അവരിൽ നിന്ന് ഒരു തരത്തിലും പിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. മൂന്നാമതായി, ഈ നികുതി ഞങ്ങളുടെ പേരിൽ ചുമത്തപ്പെട്ട നികുതി ഞങ്ങൾ കൊടുക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് അധികാര കേന്ദ്രങ്ങളിൽ അപേക്ഷ സമർപ്പിച്ച് തീർപ്പ് കാത്തിരിക്കുന്നതുണ്ട്. അധികാര കേന്ദ്രങ്ങൾക്ക് പുറത്ത് ബഹുമാനപ്പെട്ട കോടതികളിൽ അപേക്ഷ സമർപ്പിച്ച് വിധി കാത്തു കിടക്കുന്നതുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രതലങ്ങളിൽ പിരിഞ്ഞു കിട്ടേണ്ടുന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യാപനമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാണുമ്പോൾ നമ്മളുടെ ഭാഗത്ത്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ച പരിഹരിക്കാൻ ആരോടെങ്കിലും ഒരു നിപ്പോട്ടിസം കാണിക്കുകയും അവരോട് പ്രത്യേക സ്നേഹം കൊണ്ട് അവരത് പിരിക്കുന്നില്ല എന്ന് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോട് വീഴ്ചാ മനോഭാവത്തോടു കൂടി പെരുമാറുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. നികുതി പിരിക്കാൻ ഉത്തരവാദപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥരാണ് നവകേരള സദസ്സിന് വേണ്ടി സ്പോൺസർഷിപ്പിനായിട്ട് പോയത്. അപ്പോൾ അങ്ങനെ സ്പോൺസർഷിപ്പിന് വേണ്ടി പണം ചോദിച്ച് പോകുമ്പോൾ സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീലുണ്ടാവുമല്ലോ. നിങ്ങൾ തൽക്കാലം നികുതിയൊന്നും തരണ്ട, നമ്മുടെ ഈ പരിപാടി വിജയകരമാക്കാനായിട്ട് കുറച്ച് കാശ് ഇങ്ങോട്ട് താ, ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അല്ലേ പോകുന്നത്. നികുതി പിരിക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് ഇതിനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ്. പുറത്തു വന്ന കാര്യങ്ങളാണ്, ഞാനത് സമ്മതിക്കുന്നു. പുറത്തു വന്നു, മാധ്യമ ചർച്ചയിൽ ഉൾപ്പെട്ടു പോയിട്ടുള്ള വിഷയങ്ങളുമാണ്. ഏത് ഉദ്യോഗസ്ഥനാണ് പോയതെന്നും ആരെയാണ് സമീപിച്ചതെന്നും ഈ നമ്മുടെ പൊതുമണ്ഡലത്തിൽ യാഥാർത്ഥ്യത്തിൽ ചർച്ചകളിൽപ്പെട്ട് ഇപ്പോൾ കിടക്കുന്നുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. ആ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു നികുതി ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന സമീപിച്ച ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവരിൽ നിന്ന് കിട്ടേണ്ടുന്ന നികുതി പിരിക്കുന്നതിന് ഉദാസീനത കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കാം. ഞാൻ പരിശോധനക്ക് തയ്യാറാണ്. ആ പരിശോധനയിലൂടെ കണ്ടുപിടിക്കാൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കാം. അല്ലാതെ പരിശോധിക്കുന്നതല്ലോ കാര്യം. ഒരു ചർച്ച അങ്ങനെ അയക്കാൻ പാടുണ്ടോ അഡ്വക്കേറ്റ് സുരേഷ് ബാബു? അതായത് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്ത് നികുതി പിരിക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരെ
ഈ സ്പോൺസർഷിപ്പ് പിന്നെ അതിനുവേണ്ടി പണം വാങ്ങാൻ അയക്കുന്നത് ശരിയാണോ? ആ നടപടി ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. സ്പോൺസർഷിപ്പിലൂടെ നടത്തേണ്ടതാണോ ഇതൊക്കെ? എന്താണ് അതവിടെ നിൽക്കട്ടെ. അത് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ ഞാൻ വരാം. അത് സെക്കൻഡ് സ്റ്റേജ് ഞാൻ പറയാം. സെക്കൻഡ് സ്റ്റേജിൽ ഞാൻ അതിന് മറുപടി പറയാം ഇപ്പം തന്നെ. പക്ഷേ ഇങ്ങനെ ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ്, ആളെ പേര് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന സർക്കിളിലുള്ള ഇന്ന ഡെസിഗ്നേറ്റഡ് ഉദ്യോഗസ്ഥനാണ് ഈ പറഞ്ഞ സ്പോൺസർഷിപ്പിന് പോയത്, സമീപിക്കപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരാളെയാണ്, PM സുരേഷ് ബാബുവിനെയാണെന്ന് കൂട്ടുക തൽക്കാലത്തേക്ക്. അങ്ങനെ സമീപിച്ച സുരേഷ് ബാബുവിന് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്ന് പരിശോധിച്ചാലല്ലേ ഈ പറയുന്ന ആക്ഷേപത്തിന് എവിടെയെങ്കിലും ഒരു ഫൂട്ടിംഗ് ഉണ്ടാവുകയുള്ളൂ. എന്നൊരു പരിശോധന നടത്തണ്ടേ? അല്ല, ആനുകൂല്യം എന്താണെന്ന് ഞാൻ പറയാം. ശ്രീ സുരേഷ് ബാബു, നിങ്ങൾ തൽക്കാലം ഈ നികുതി കുടിശ്ശിക അടയ്ക്കേണ്ട. നിങ്ങൾ തൽക്കാലം ഞങ്ങളുടെ പരിപാടി വിജയിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി, സംഭാവന മതി. അതുകൊണ്ടാണല്ലോ ആ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരെ അയച്ചത്. അപ്പൊ ആ കുടിശ്ശിക അവിടെ കിടക്കുകയാണ്. എന്താണ് ചെയ്തിട്ടുള്ളത്? അവർക്ക് എത്ര കുടിശ്ശികയുണ്ട്? അവര് ഞാനത് സമ്മതിക്കാൻ തയ്യാറല്ല ശ്രീ നമ്പ്യാർ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് എത്ര ലക്ഷത്തിന്റെ, എത്ര കോടിയുടെ, എത്ര ആയിരത്തിന്റെ, എത്ര നൂറിന്റെ ആനുകൂല്യങ്ങളാണ് തൽക്കാലത്തേക്ക് മാറ്റിക്കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വരട്ടെ. ആരെയും കുറ്റപ്പെടുത്താനെന്നല്ലേ ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് എന്താ കാര്യം? ഇനി അഥവാ അങ്ങനെയാണെന്ന് വിചാരിക്കുക, ഏത് വ്യക്തികളിൽ നിന്നാണ് കോടിക്കണക്കിന് ഉറുപ്പിക പിരിവ് ഉണ്ടാവുക? എത്ര ആളുകളെയാണ് സ്പോൺസർഷിപ്പിന് സമീപിച്ചിട്ടുള്ളത്? 5 പേരെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ ഒരാളിൽ നിന്ന് 1 കോടി രൂപ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ പോലും ആകെ 5 കോടിയാണ് തൽക്കാലത്തേക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ തർക്കത്തിന് വേണ്ടി പറയുക ഇതെല്ലാം. അങ്ങനെയുള്ള ആണെങ്കിൽ ആ 5 കോടി കൊണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും പോവുമോ? ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് കേന്ദ്രത്തിന്റെ മുമ്പിൽ ഭിക്ഷാപാത്രവുമായി പോവുമോ? അതെല്ലാം നമ്മൾ പൊതു ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടുന്ന, ഇങ്ങോട്ട് വർത്തമാനം പറയാത്ത ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കേണ്ടുന്ന വിഷയങ്ങളായി മാത്രമേ ഞാനത് കാണുന്നുള്ളൂ. പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിന് ഞാനൊരു തടസ്സപ്പെട്ട് പറയുകയില്ല. ശിവശങ്കർ, കേന്ദ്ര ധനകാര്യമന്ത്രി വളരെ ഗൗരവത്തോടെയാണ് കേരളത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അവർ മറ്റൊരു കാര്യം കൂടി ഇന്ന് നമുക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു. അതായത് ഒരു സംസ്ഥാനത്തിനോടും പ്രത്യേക പരിഗണന കാണിക്കാൻ പറ്റില്ല, അതുപോലെ ഒരു സംസ്ഥാനത്തെയും പ്രത്യേകിച്ച് അവഗണിക്കാനും പറ്റില്ല. ഇവിടെ ധനകാര്യ മിസ്മാനേജ്മെൻറ്റാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി കൊടുമ്പിരിക്കൊള്ളുന്ന ആ ഒരു കാലഘട്ടത്തിൽ പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതല്ലേ? അതായത് തെറ്റ് തിരുത്താൻ തയ്യാറല്ല, മറിച്ച് കേന്ദ്രം ഇങ്ങനെ വാരിക്കോരി കൊടുക്കണം, അല്ലെങ്കിൽ കടമെടുക്കാൻ ഞങ്ങളെ അനുവദിക്കണം. നവംബർ മാസത്തിൽ തന്നെ 6000 കോടി രൂപ കൊടുത്തു എന്നാണ് ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞത്. ഇത് കുറച്ച് നാളായി സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരും അതുപോലെ CPM-ന്റെ ഇടതുപക്ഷ പ്രതിനിധികളും നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഒരു മാന്യമായ വേർഷനാണ് ശ്രീ സുരേഷ് ബാബുജി ഇപ്പോ നമ്മളുടെ മുന്നിൽ പറഞ്ഞത്. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ സമ്മതിച്ചു, എന്നാലും തത്വത്തിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മികച്ചതാണെന്നും കേന്ദ്ര സർക്കാർ കടം നൽകാത്തത് കൊണ്ടാണ് ഇത് കുഴപ്പമാകുന്നത് എന്നതുമാണ്. നമുക്കറിയാം, ഇപ്പൊ പൊതുവെ ഈ കാലഘട്ടത്തിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വസിക്കുന്നത് ഒരിക്കലും നിൽക്കാത്ത വായ്പ ഞങ്ങളുടെ ജന്മാവകാശമാണ് എന്നു മറ്റോ ആണ് ഇവരുടെ ഒരു പ്രതീക്ഷയും എക്സ്പെക്ടേഷനും ഇവരുടെ ആഗ്രഹങ്ങളും. നിരന്തരമായി വായ്പ നൽകിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിന്റെ രാഷ്ട്രീയമായ കണക്കുകളോ സാമ്പത്തികമായ കണക്കുകളോ പറയുന്നത് മുമ്പ് തന്നെ ഇത് രണ്ടും കൃത്യമായി സന്നിവേശിപ്പിച്ചിട്ടായിരിക്കുമല്ലോ കോടതിയിൽ ഇവർ പ്രസന്റ് ചെയ്യുക. സുപ്രീം കോടതിയിൽ ഇവർ പോവുകയും ചെയ്തു. അതുകൊണ്ട് മറ്റുള്ള എല്ലാ ആർഗ്യുമെന്റുകളും മാറ്റിവെക്കും. സുപ്രീം കോടതിയിൽ ഇവരെന്ത് ആർഗ്യുമെന്റാ പറഞ്ഞത്? നമുക്കറിയാം, സംസ്ഥാനത്ത് നടന്നുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കൾ വളരെ ശക്തമായും ഇടതുപക്ഷ നേതാക്കൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നത് കേരളത്തിന് 57,000 കോടി രൂപ നൽകാനുണ്ട് എന്നുള്ള കണക്കുകളായിരുന്നു. നമുക്കറിയാം, അത് കഴിഞ്ഞ വർഷത്തെ കുറവ് വന്നു, അത്തരത്തിലുള്ള തെറ്റായ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ പറ്റിച്ചിരുന്നത്. എന്നാൽ കോടതിയിൽ പോയപ്പോൾ അവർ ആ കണക്കുകളൊക്കെ മാറ്റിവെച്ചു. അവർ പറഞ്ഞ കണക്കുകൾ മറ്റൊരു കണക്കുകളാണ്. ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്, നമുക്കറിയാം, കോടതിയിൽ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞത് വെറും 15,000 കോടി കിട്ടിയാൽ മതി, അത് കടം
3% അത് 3.5% കൂടുതൽ വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കണക്കിന്റെ ബാധ്യതകളാണ് അവർ അന്ന് കോടതിയിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കോടതിയിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ വിചിത്രമായിരുന്നു. ഏതാണ്ട് അവർ പറഞ്ഞിരുന്നത് 52,000 കോടിയുടെ കണക്കുകൾ പെട്ടെന്ന് മാറ്റിയിട്ട് ഏതാണ്ട് 10,000 കോടി രൂപയുടെ കടബാധ്യത കൂടുതൽ വേണമെന്നാണ് പറഞ്ഞു. എന്നിട്ട് അവർ മുന്നോട്ട് വെച്ച ഒരു സമീപനം അതിന് സുപ്രീം കോടതിയുടെ അഭിപ്രായം എന്തായിരുന്നു? നമുക്കറിയാം, സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇത്തരത്തിൽ കടം വാങ്ങാൻ പറ്റില്ല എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ 5,000 കോടിയൊക്കെ എടുത്തോളൂ, അത് പോരെ എന്ന് വരെ ചോദിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വന്നു. അപ്പോഴാണ് ശരിക്കും സുരേഷ് ബാബുവിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി സുപ്രീം കോടതി തന്നെ അവിടെ വെച്ചൊരു കാര്യം പറയുന്നുണ്ട്. കപിൽ സിബൽ, സംസ്ഥാന ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ആയിരുന്ന കപിൽ സിബൽ പറയുന്നുണ്ട് 8 ലക്ഷം കോടിയാണ് കേന്ദ്ര സർക്കാരിന്റെ കടബാധ്യത. സുരേഷ് ബാബുവും ഇത് ഇടയ്ക്ക് വെച്ച് പറഞ്ഞു പോയി, കേന്ദ്രവും വളരെയേറെ കടമെടുക്കുന്നുണ്ടായിരുന്നു. അതിന് 8 ലക്ഷം രൂപയാണ് കടബാധ്യത എന്ന് പറഞ്ഞപ്പോൾ അതിന് സുപ്രീം കോടതിക്ക് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ കേന്ദ്രത്തിന്റെ ASG വെങ്കിട്ടരാമൻ എന്ന് തോന്നുന്നു, അദ്ദേഹമാണ്, അത് രാമു ആണെന്ന് എനിക്കറിയാം, വെങ്കിട്ടരാമൻ KSG ആണ്. അദ്ദേഹം പറഞ്ഞത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സമ്പദ് വ്യവസ്ഥയാണ്, അത് G7 കൺട്രീസ് പോലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ എക്കണോമി ഈസ് വെരി സ്ട്രോങ് എന്നുള്ള രീതിയിലുള്ള കമന്റ് പറഞ്ഞു. ജസ്റ്റിസ് കാന്ത് അതിനെ ഒരു കൃത്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വി ആർ ഓൾസോ എഗ്രീങ് ദാറ്റ് ദ ഇന്ത്യൻ എക്കണോമി ഈസ് വെരി സ്ട്രോങ് ഫണ്ടമെന്റലി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ദീർഘമായ സ്റ്റേറ്റ്മെന്റ് അറിയിക്കുന്നു. വെൻ വി ആർ ഗോയിങ് ഔട്ട്സൈഡ് ദ ഇന്ത്യ വി ആർ ഫീലിംഗ് ഇറ്റ്. ഇന്ന് അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇന്ത്യക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ ലോക ജനങ്ങൾ ഇന്ത്യയെ അംഗീകരിക്കുന്നു. അത് വെറും വിശ്വാസം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ ശക്തമായ അടിത്തറയിലും ശക്തമായ വികസനത്തിന്റെ തൂണുകളിലുമാണ് നിൽക്കുന്നതെന്ന് ജസ്റ്റിസ് കാന്ത് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാനത്തിന് കോടതിയിൽ പോയിട്ടും വലിയ കാര്യമായ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായത്. ആ എക്സ്പ്ലനേഷനിൽ അന്നാണല്ലോ അവിടെ വ്യക്തമായിട്ട് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഹാജരായ കപിൽ സിബൽ പറഞ്ഞത് ദയവായിട്ട് ഇത് പുറത്തേക്ക് വിടരുത്, ഈ കണക്ക് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നാണക്കേടാവും, രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു വിളിച്ചില്ലേ. എന്താ കാര്യം, എന്താ കണക്ക്? ആ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രൊജക്ട് GSDP ഓഫ് കേരള 2024-25 11,19,906 കോടി രൂപ. അതിൽ 3% കടം വാങ്ങിക്കാനുള്ള അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ 33,597 കോടി രൂപ. ഇതല്ലേ കണക്ക്. ഇതിൽ നിന്ന് ഡിഡക്ഷൻ ടു ദ മെയ്ഡ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് 2021-22 4,711 കോടി വരും. NBC ഡിസ്മിസിബിൾ എമൗണ്ട് ആ കടം വാങ്ങിയത് 2024 28,886 കോടി രൂപ. ബോറോയിങ് സീലിംഗ് ഫോർ ദ ഫസ്റ്റ് 9 months, അതായത് 9 മാസത്തേക്ക് ബോറോയിങ് ലിമിറ്റ് സീൽ ചെയ്തിരിക്കുന്നത് എല്ലാ ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്രകാരവും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്മീഷന്റെ നിയമപ്രകാരവും ചെയ്തിരിക്കുന്ന പ്രകാരം 21,66,664. ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് ആകെ ബോറോയിങ് ലിമിറ്റ് വരുന്നത് 15,000 കോടി രൂപയാണ്. 15,000 കോടി രൂപയിൽ ബോറോയിങ് സ്പേസ് ലെഫ്റ്റ് ഫോർ ദ സ്റ്റേറ്റ് വെറും 6,000 കോടി. ഈ 15,000 കോടി ഇപ്പൊ അഡ്വാൻസ് വേണമെന്ന് അവർ പറഞ്ഞേ. അതായത് അടുത്ത 9 മാസത്തെ കടമെടുക്കുവാനുള്ള ടോട്ടൽ മുഴുവൻ അവകാശം അത് 21,664 കോടിയാണെങ്കിൽ അടുത്ത 9 മാസം കടമെടുക്കുവാനുള്ള പണത്തിന്റെ 15,000 കോടി ഈ വർഷം ആദ്യം ഫിനാൻഷ്യൽ തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് കിട്ടണമെന്ന് പറയുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് വളരെ വിദഗ്ധമായി നടപ്പിലാക്കണമെന്നും വളരെ മികച്ചതാണെന്നും പറയാൻ ആർക്കാണ് കഴിയുന്നത്? അതായത് അടുത്ത വർഷത്തേക്കുള്ള ജനങ്ങളുടെ പണം അത് ഈ വർഷമേ തന്നാലേ ഞങ്ങൾക്ക് കടബാധ്യത തീർക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ നൽകാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ESI റിട്ടയർമെന്റ് അവകാശങ്ങൾ നൽകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അത് പ്രകാരമാണെങ്കിൽ ഇപ്പോൾ അടുത്ത 9 വർഷത്തേക്ക് നടപ്പാക്കേണ്ട തുക 6,664 കോടി രൂപ മാത്രമാണ്. ഇതാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. അപ്പൊ എന്താ സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞത്? ദയവായിട്ട് ഈ കണക്ക് പുറത്തു വിടരുത്, ചതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിക്കുമായിരുന്നു. മറ്റേ ഒരു സിനിമയിൽ ജഗതി പറഞ്ഞ പോലെ പാലാരിവട്ടം ശശി ചതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഈ തല ഞാൻ കുമ്പിടുന്നു എന്ന് പറഞ്ഞതുപോലെ കാല് പിടിക്കായിരുന്നു. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചു, ഇത് ഓൾറെഡി ഇറ്റ് ഹാസ് ബീൻ റീഡ് ഇൻ ദ സുപ്രീം കോർട്ട്, ഇറ്റ്സ് ഓൾറെഡി ഔട്ട്, ഇപ്പൊ തന്നെ TTയിൽ വന്നിട്ടുണ്ടാവും, എക്സ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും എന്ന് പറയുകയല്ലേ ചെയ്ത്. അപ്പൊ ഇതാണ് യഥാർത്ഥ കണക്ക്. ഇവരിവിടെ രാഷ്ട്രീയമായി ചാനൽ ചർച്ചകൾ പോലെ തന്നെ വെറുതെ പുറത്തൊക്കെ ഇങ്ങനെ കണക്ക് പറയാന്നല്ലാണ്ട് സുപ്രീം കോടതി പോയി നുണ പറയാൻ പറ്റില്ലല്ലോ. സുപ്രീം കോടതിയിൽ പോയി ഇവർ പറഞ്ഞ കണക്കുകൾ പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അവിടെ കൃത്യമായ കണക്ക് കൊടുത്തു. എനിക്ക് തോന്നുന്നത് നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ ബാക്കിയുള്ള മിനിസ്റ്റേഴ്സും
പാർലമെന്റിൽ പോലും ഇത്ര രൂക്ഷമായിട്ട് പറയാനുള്ള കാരണം പാർലമെന്റിൽ MP മാരൊക്കെ മുന്നേ കാണുന്നതല്ലേ, നാണം കെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് വളരെ മാന്യമായി പറഞ്ഞു വിട്ടിരുന്നു. സുപ്രീം കോടതി അതല്ല, കൃത്യമായ കണക്കുകൾ പറഞ്ഞപ്പോൾ ഇവർക്ക് മിണ്ടാട്ടം മുട്ടേണ്ടി വന്നു. ഇതാണ് യഥാർത്ഥ സ്ഥിതി. അതല്ലെങ്കിൽ ഇവർ ജനങ്ങളെ പറ്റിക്കായിരുന്നു, സുപ്രീം കോടതിയെ പറ്റിക്കായിരുന്നു. യഥാർത്ഥ കണക്ക് വേറെ മറ്റൊന്നുമായിരുന്നു. ഇവർ സുപ്രീം കോടതി സത്യം യെസ്. പറഞ്ഞിട്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള റിപ്പീറ്റേഷൻ പൊതുവെ നടക്കരുത്. പിന്നെ രണ്ട് കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഭരണഘടന പ്രകാരമാണ് നികുതി പിരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞു. 23,000 കോടി രൂപയാണ് സംസ്ഥാനത്ത് നികുതി പിരിവിന്റെ ടോട്ടൽ കിട്ടാനുള്ളത്. അതില് ഞാൻ മനസ്സിലാക്കുന്നത് 3,000 കോടി രൂപയാണ് എല്ലാം കൂടി കോടതിയിലും അതുപോലെ തന്നെ മറ്റുള്ള പല സീനിയർ ഓഫീസേഴ്സ് ഡിസൈഡ് ചെയ്യാനുള്ള നികുതി പിരിവിന്റെ ഒരു ചട്ടത്തിൽ പെട്ടുകിടക്കുന്നത്. ബാക്കി ഏതാണ്ട് ഒരു 18,000-ഓ 19,000 കോടി രൂപ കൃത്യമായി കഴിഞ്ഞ 5-ഓ 10-ഓ വർഷമായി പിരിക്കാത്ത തുകയാണ്. ഇനി അതിലും വർഷത്തെ ഉണ്ടെങ്കിൽ പിരിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പം കൊണ്ടല്ലേ. അതിനു കൂടാതെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇത് പിരിക്കാത്തത് കൊണ്ടുള്ള നഷ്ടം വേറെ. ഒരു ഉത്തരവും കൂടെ പറയാതെ ഞാൻ വൺ മോർ മിനിറ്റ്. യെസ് യെസ് യെസ്. നോക്കൂ സുരേഷ് ബാബു, താങ്കൾക്ക് അറിയാമായിരിക്കും ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ CGST ടാക്സിന്റെ റെയ്ഡ് മൂലം എത്ര കോടി രൂപയാണ് കേരളത്തിൽ വരുമാനം വന്നതെന്ന്. ഞാൻ അതിന്റെ കണക്ക് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റീൽ മാനുഫാക്ചറർ, ആ സ്റ്റീൽ മാനുഫാക്ചർ 6 മാസത്തോളം ജയിൽ കിടന്ന് എന്തിനാണ്? സംസ്ഥാനത്തെ GST വകുപ്പിന്റെ ഓഫീസിന്റെ തൊട്ടു മുന്നിൽ തന്നെ അവരുടെ ഏറ്റവും വലിയ ഹെഡ് ഓഫീസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ തന്നെ വലിയ തട്ടിപ്പുകൾ നടന്നിട്ട് ഏതാണ്ട് 600 കോടി രൂപയുടെ സെയിൽ ടാക്സ് തട്ടിപ്പ് നടന്നു. സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ CGST ആണ് റെയ്ഡ് ചെയ്തത്, സംസ്ഥാന സർക്കാർ റെയ്ഡ് ചെയ്തില്ല. എന്നിട്ട് ഒരൊറ്റ ചാനലും അത് ന്യൂസും കൊടുത്തില്ല കേട്ടോ അദ്ദേഹം കടന്നിട്ട്. കാരണം പ്രമുഖനാണ്, ദിവസവും TV-യിൽ പരസ്യം വെച്ച് വരുന്നതാണ്. അപ്പൊ അത് കൊടുത്തില്ല. പക്ഷെ CGST റെയ്ഡ് നടക്കുന്നു. CGST റെയ്ഡ് അങ്ങനത്തെ നടന്ന ഒരു 10 സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഒരെണ്ണം നടക്കാൻ പോകുന്നുണ്ട്, ഞാൻ തെളിവ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു തട്ടിപ്പ്. അതിൽ ഡയറക്റ്റ് ആയിട്ട് CPM-ന്റെ MLA-യും പാർട്ടി സെക്രട്ടറിയും അടക്കം ഉണ്ട്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, എല്ലാവർക്കും അറിവുള്ളതാണ്. സംസ്ഥാനത്തെ കോവിഡ് കാലഘട്ടം തൊട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന റബ്ബർ വുഡിന്റെ വലിയ തട്ടിപ്പ്, പെരുമ്പാവൂരിൽ നിന്നൊക്കെ പോകുന്ന റബ്ബർ വുഡിന്റെ തട്ടിപ്പില് CGST റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ട ലോറികളുമെല്ലാം DYFI-യുടെയും CPM-ന്റെയും നേതാക്കൾ വന്ന് പരസ്യമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. CGST ജീവനക്കാരെ മർദ്ദിച്ചു. ഇന്നും ആ കാലടി പോലീസ് സ്റ്റേഷനിലും അങ്കമാലി പോലീസ് സ്റ്റേഷനിലും ആ കേസ് നമ്പർ ഉണ്ടെന്നല്ലാണ്ട് ഒരു നടപടി എടുത്തിട്ടില്ല. ഇതെന്തുകൊണ്ടാ? അപ്പൊ സംസ്ഥാനത്ത് ഇത്തരമുള്ള വ്യാപകമായ കൊള്ള നടക്കുന്നുണ്ട്, നികുതി കൊള്ള നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി CPM നടക്കുന്നുണ്ട്. ഞാൻ ഏതാണ്ട് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് നികുതി പിരിവ് നടക്കുന്നില്ല, ഈ വരുമാനം കൃത്യമായിട്ട് എത്തിക്കുന്നില്ല. ഇതിൽ വ്യാപകമായ പരാതിയുണ്ട്. പക്ഷേ CPM-ഓ സംസ്ഥാന സർക്കാരോ ഇതിലൊരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അഡ്വക്കേറ്റ് സേനാപതി വേണു, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അല്ലലില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട്. മാത്രമല്ല, നവകേരള ബസ്സിൽ യാത്ര ചെയ്തിട്ട് കൃത്യമായി TAയും DAയും എഴുതിയെടുത്തവരാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. അല്ല എന്ന് അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിന് പറയാനും പറ്റില്ല. അതിൻ്റെ വിവരാവകാശ രേഖകളൊക്കെ പുറത്തു വന്നതാണ്. ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് ഈ കേന്ദ്ര ഫണ്ടുണ്ടല്ലോ, ആ ഫണ്ട് ചെലവഴിച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പോലും ഹാജരാക്കുന്നില്ല. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പോലും കൃത്യസമയത്ത് ഹാജരാക്കുന്നില്ല. എന്നിട്ടാണ് ഇവർ കേന്ദ്രത്തെ പഴിക്കുന്നത്, കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത്. കേന്ദ്രം ഒന്നും തരുന്നില്ല, കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന്. ഇവിടെ നമ്പ്യാരെ, നമ്മൾ കുറച്ച് വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. കാരണം DYFI-യുടെ ഒരു മനുഷ്യച്ചങ്ങല ഉണ്ടായിരുന്നല്ലോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അതിന്റെ മുദ്രാവാക്യങ്ങൾ ഇപ്പോഴും ഭിത്തികളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അതായത് ഇനിയും ഈ കേന്ദ്ര അവഗണന സഹിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഇത് വായിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിലോട്ട് ഇത് കുത്തിക്കേറുകയാണ്. ഇനിയും ഈ കേന്ദ്ര അവഗണന നമ്മൾ സഹിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോ കേരളത്തിലെ പൊതുസമൂഹം വിചാരിച്ചത് ഇത് വളരെ കൃത്യമായിട്ടായിരിക്കും ഇവർ പറയുന്നത് എന്നൊക്കെയാണല്ലോ നമ്മൾ ധരിച്ചത്. നമ്മളോട് പറഞ്ഞത് 57,400 കോടി രൂപ കേന്ദ്രം കേരളത്തിന് തരാനുണ്ട്. ആ തുക ഇങ്ങ് തന്നു കഴിഞ്ഞാൽ കേരളം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞാണ് ഇവരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ DYFI-ക്കാര് മനുഷ്യ ചങ്ങലയൊക്കെ തീർത്തത്. വളരെ കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണല്ലോ സുപ്രീം കോടതിയിൽ ഇപ്പോ ശ്രീ ശിവശങ്കർ സാർ, ബഹുമാന്യായ എന്റെ മുൻ നേതാവ് ശ്രീ PM സുരേഷ് ബാബു ഒക്കെ ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുപ്രീം കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഈ 57,400 കോടിയുടെ ഒരു കാര്യം പറയുന്നില്ല എന്ന് മാത്രമല്ല,
ഇവർ പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ഈ മാർച്ച് മാസത്തിൽ അഡ്വാൻസ് ആയിട്ട് 13,660-680 കോടി രൂപ മതി. അപ്പോ ഇവരുടെ മനുഷ്യച്ചങ്ങലയും ഇവരുടെ അവകാശവാദവും എവിടെ പോയി? ഞാൻ ആമുഖമായി ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ്, ധൂർത്ത്, അത് കേരളത്തിൽ അത് എന്താ പറഞ്ഞ അതിന്റെ ഒരു എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് അങ്ങ് പോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോ അത് തടയുക അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള ബാധ്യത ഇടതുപക്ഷത്തിനാണ്. ബഹുമാന്യായ ശ്രീ ഉമ്മൻചാണ്ടി സാർ ഇറങ്ങിപ്പോകുമ്പോൾ, സുരേഷ് ബാബു സാറും ഞാനും ഒക്കെ അന്ന് ഒരു പാർട്ടിയിൽ നിൽക്കുന്നതാണ്. അന്ന് ഉമ്മൻചാണ്ടി സാർ ഇറങ്ങി പോകുമ്പോൾ കേരളത്തിന്റെ പൊതുകടം ഞങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടി ക്ലാസ്സുകളിലും ക്യാമ്പുകളിലും ഒക്കെ സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ഞങ്ങളൊക്കെ ഞങ്ങളുടെ അനുയായികളോട് പറയുന്നത് 1,75,000 കോടി രൂപയാണ് കേരളത്തിന്റെ പൊതുകടം. 1956 ഒന്നാമത്തെ ഗവൺമെന്റ് മുതൽ 2014 വരെ പോകുമ്പോൾ ഇപ്പോൾ അത് കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് 4.05, അതായത് 4,05,000 കോടി രൂപ കേരളത്തിന്റെ പൊതുകടമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 8 വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ പൊതുകടം ഇങ്ങനെ 2-3 ഇരട്ടിയായി വർദ്ധിക്കാൻ. അപ്പൊ അതിന് CPM പറയുന്ന ന്യായീകരണം എന്താ? ഞങ്ങൾ എന്താ പറയുക, കേരളത്തിൽ വിവിധങ്ങളായ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിരിക്കുന്നു, നിർമ്മാണങ്ങളും അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിന് അനിൽ നമ്പ്യാരെ എവിടെയാ പിഴച്ചത്? കേരളത്തിന് പിഴച്ചത് പല സാമ്പത്തിക വിദഗ്ധന്മാരും ചൂണ്ടിക്കാണിക്കുന്നതല്ലേ, ബജറ്റിന് പുറത്തു നിന്നുള്ള ഒരു വലിയ കടമെടുപ്പ് കേരളത്തിൽ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന് നമ്മുടെ പത്തനംതിട്ടയിൽ ഇപ്പോൾ മത്സരിക്കുന്ന ബുദ്ധിജീവി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം അതിന് പേരിട്ടുകൊണ്ട് നടത്തി ഏതാണ്ട് 65,000 കോടി രൂപയാണ് ബജറ്റിന് വെളിയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ വ്യക്തിപരമായി നിർമ്മലാ സീതാരാമന്റെ അഭിപ്രായത്തോട് രാഷ്ട്രീയമായിട്ട് അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിർത്തുമ്പോഴും അവർ പറഞ്ഞ ഒരു കാര്യത്തെ അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അസംബ്ലിയിൽ അംഗീകാരമില്ലാതെ, ഗവൺമെന്റിന്റെ ഭരണ നേതൃത്വത്തിന്റെ അംഗീകാരമില്ലാതെ ഇങ്ങനെ തുകകൾ വാങ്ങിക്കൂട്ടിയാൽ ഇത് എവിടെ നിന്ന് തിരിച്ചു കൊടുക്കും? അതല്ലേ നിങ്ങൾ പറയുന്നത്? എനിക്ക് എന്റെ ഒരു വരുമാനത്തിൽ നിന്നുകൊണ്ടല്ലേ എനിക്ക് കടം മേടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതല്ല ഞാൻ നാട്ടിൽ അറിയപ്പെടുന്നവനായതുകൊണ്ട് എല്ലാവരുടെ അടുത്തുനിന്ന് എനിക്ക് കടം മേടിക്കാം, എന്റെ വരുമാനത്തിന്റെ പുറത്തു നിന്ന് കടം മേടിക്കാം. ആ കടം മേടിക്കലല്ലേ യഥാർത്ഥത്തിൽ കേരളത്തെ ഇന്ന് ഈ ദുരന്തത്തിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് വളരെ കൃത്യമാണ്. കേന്ദ്രം അവഗണിക്കുന്നു. ആ അവഗണനയെ കുറിച്ചൊക്കെ കോൺഗ്രസിന് അതിൻ്റെതായ, UDFന് അതിൻ്റെതായ വ്യക്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ ഗവൺമെന്റിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ്. നമുക്കറിയാം, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് ഇതിനെ കോട്ട് ചെയ്യുന്ന ഡിബഞ്ചർ കോട്ട് ചെയ്യുമ്പോൾ ലോക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇടപാടുകളുടെ, ഇപ്പോ നമ്മളെല്ലാം പൊതുപ്രവർത്തകരായതുകൊണ്ട് അറിയാം, ഇപ്പം ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് നമ്മൾ പണം കടമെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മെട്രോ റെയിൽ ഫ്രാൻസ് ഗവൺമെന്റിന്റെ വായ്പയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ പല രാജ്യത്തു നിന്നും വായ്പ എടുക്കുന്നു. ആ വായ്പകളുടെ ഒക്കെ പലിശ എന്ന് പറയുന്നത് പരമാവധി പോയാൽ 3 to 3.5, 3.5%. 4% എന്ന് പറഞ്ഞാൽ അത് അന്താരാഷ്ട്ര മാർക്കറ്റിലെ ബ്ലേഡായി മാറുകയാണ്. ഇവിടെ 9.5%, 10%നും ഈ ബോണ്ടുകൾ, മസാല ബോണ്ടുകൾ വിറ്റതിന് ശേഷം അത് കേരളത്തിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റിന് എന്തെങ്കിലും റിട്ടേൺ ഉണ്ടോ? ഇവിടെ കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് there is no return. ഇപ്പൊ റോഡ് പണിതാൽ, പാലം പണിതാൽ പാലം ആവശ്യമാണ്, റോഡ് ആവശ്യമാണ്. പക്ഷേ ഈ തുക മുടക്കുന്നിടത്ത് നിന്ന് 1 രൂപ പോലും റിട്ടേൺ ഇല്ല. അപ്പൊ റിട്ടേൺ ഇല്ലാതെ വരുമ്പോൾ ഇതിന്റെ പലിശ കൊടുക്കേണ്ടത് എവിടുന്നാണ്? ഇത് തിരിച്ചടക്കേണ്ടത് എവിടുന്നാണ്? ഇത് നികുതി വരുമാനത്തിൽ നിന്ന് തിരിച്ചടക്കണം. വേണമെങ്കിൽ നമുക്ക് തിരിച്ചടക്കാം. മസാല ബോണ്ടയിൽ വിശദീകരണത്തിന് ED നോട്ടീസ് അയക്കുമ്പോൾ പറയാ അതൊക്കെ നോർത്ത് ഇന്ത്യയിലെ പറ്റുള്ളൂ, ഇവിടെ എന്താ ED മൂക്കിൽ വലിക്കുമെന്നാണ് ചോദിക്കുന്നത്. മുൻ ധനകാര്യമന്ത്രി ബുദ്ധിമാൻ. അതിലും രസമുണ്ട് നമ്പ്യാരെ. അദ്ദേഹം പറഞ്ഞ ഒരു ന്യായീകരണം, അത് KM എബ്രാഹിം ആണ് അതിന് മറുപടി പറയേണ്ടത്, ഞാനല്ല മറുപടി പറയേണ്ടത്. അതിന്റെ നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് KM എബ്രാഹിം ആണ്, അതിന്റെ ചെയർമാൻ അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് എന്നുള്ള വിചിത്രമായ വാദഗതികളാണ്. അത് ED തീരുമാനിക്കട്ടെ. നമുക്ക് അതിന്റെ ഒരു സാമ്പത്തിക വശത്തിലേക്ക് മാത്രം നമ്മളിപ്പോ കടക്കേണ്ടതല്ല. അപ്പോ ഈ രീതിയിലുള്ള ധനകാര്യ മിസ്മാനേജ്മെന്റ്, ആ മിസ്മാനേജ്മെന്റ് കേരളത്തെ, ഞാൻ പറഞ്ഞു വന്നത്, വരുമാനത്തിനനുസരിച്ചല്ലാതെ വരുമാനത്തിന് മുകളിൽ ചെലവ് ചെയ്തതിന് ശേഷം ഈ ബജറ്റിൽ നിന്ന് എന്താ പറഞ്ഞ നികുതി വരുമാനത്തിൽ നിന്ന് ഇതെല്ലാം തിരിച്ചടച്ചുകൊണ്ട് ഇന്ന് കഴിയുമ്പോഴത്തേക്കും കേരളത്തിന്റെ കടം അങ്ങ് വർദ്ധിച്ചു വരുന്നു. ആ കടം വർദ്ധിച്ചു വരുന്നത് അത് നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നില്ല. ഇവിടെ ദൂരത്തിനെ കുറിച്ച് നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ ചർച്ച ചെയ്യാം. മുഖ്യമന്ത്രിയുടെ തൊഴുത്തും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന്റെ ചുറ്റുമതിലും അതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതായതുകൊണ്ട് ഞാൻ ആ ചർച്ചയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, കേരള സഭ വരുന്നുണ്ട് കേട്ടോ.
ധനകാര്യ മേഖലയിൽ പ്രതിസന്ധി ഇങ്ങനെ എന്താ പറയേണ്ടത്, പിന്നെ ഇതായിട്ട് മുഴുത്ത് നിൽക്കുന്ന സമയത്തും ലോക കേരള സഭ നടത്താതെ പറ്റില്ല, നിർവാഹമില്ല. അതാണല്ലോ പ്രധാനം. അതിലും രസം, കേരളീയം നടത്തിയ അന്ന് ബഹുമാന്യ ശ്രീ എം ജയചന്ദ്രൻ സാറ്, അദ്ദേഹം ഇടതുപക്ഷ നിരീക്ഷകൻ, ചർച്ചയിൽ വന്ന് പങ്കെടുക്കുക. കേരളം ഇനി കേരളീയത്തിന് ശേഷവും കേരളീയത്തിന് മുമ്പും പിമ്പു എന്ന് പറഞ്ഞാല് ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിന് മുമ്പ് എന്ന് പറഞ്ഞ പോലെ കേരളം രണ്ടായി പിരിയാൻ പോകുന്നു. കേരളീയത്തിന് ശേഷമുള്ള കേരളവും കേരളീയത്തിന് മുമ്പുള്ള ശേഷം. കേരളീയം നടന്നുപോയി, എത്ര കോടിയുടെ ദൂർത്ത് നടന്നു, അതൊക്കെയാണല്ലോ ഇപ്പം GST ഉദ്യോഗസ്ഥരെ വെച്ച് ഇവിടെ നടന്നു. അപ്പൊ അല്ല, ഞാൻ വിഷയത്തിലേക്ക് വന്നത് ഇവിടെ ഇടതുപക്ഷം നമ്മളോട് എന്നും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറെ കാലം GSTയുടെ വിഹിതം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എത്രയാ GST കോമ്പൻസേഷൻ വിഹിതം കിട്ടാനുള്ളത്? നിങ്ങൾ പൊതുസമൂഹത്തോട് പറ. കേന്ദ്രം എത്രയാണ് നിങ്ങൾക്ക് തരാനുള്ളത്? കണക്ക് സഹിതം പറ. 57,000 കോടി 57,400 കോടി ഉണ്ട് എന്ന് നിങ്ങൾ മൈക്ക് വെച്ച് കിട്ടി കവലയിൽ പ്രസംഗിക്കും. പക്ഷേ സുപ്രീം കോടതിയിൽ കേസിന് പോകുമ്പോൾ അത് 13,000 കോടിയിലേക്ക് ചുരുങ്ങുന്ന വിചിത്രമായ കാഴ്ച. അപ്പോ ഇനി കേന്ദ്ര അവഗണനയെ കുറിച്ച് ഞങ്ങൾക്കും പരാതി ഉണ്ടായിരുന്ന ആ പരാതികളൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ ഉയർത്തിയിട്ടുള്ളതാണ്. പക്ഷേ എന്നതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദൂർത്ത് നടത്താനില്ല. ഇപ്പൊ ദൂർത്ത് എന്ന് പറഞ്ഞ് ഇനി അങ്ങോട്ട് പോകാനില്ല. എങ്കിലും ഉള്ളത് കൊണ്ട് ആ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ദൂർത്ത് അത് കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കേരളം നേരിടുന്ന ദുരന്തവും ദുര്യോഗവും.